ചൗചൗ ഉപ്പിലിട്ട് വെച്ചതാണ്. പച്ചമുളകും വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ചൗചൗ ഉപ്പിലിട്ട് വെച്ചതാണ്. അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം കേട്ടോ. മാങ്ങ ഉപ്പിലിട്ടേക്കാളും ടേസ്റ്റാണ്. പുളിരസമുണ്ട്, ഉപ്പുമുണ്ട്, അടിപൊളിയാണ്. ഒന്ന് കഴിച്ച് നോക്കി. ഈ ഒരു കഷ്ണം മാങ്ങ മതി നമുക്ക്. ഈ ഒരു കഷ്ണം ചവച്ചവും മതി കേട്ടോ. നമുക്ക് വയറ് നിറച്ച് കഞ്ഞി കുടിക്കാനും ചോറുണ്ണാനും. നല്ല കരിമ്പ് പോലെ ഇരിക്കുന്നുണ്ട്. ഒട്ടും ഉടഞ്ഞിട്ടില്ല. നല്ല പൊട്ടിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. കഴിക്കാനും നല്ല സ്വാദാണ് കേട്ടോ. നല്ല കറുമുറുന്നിരിക്കണം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ചവച്ചവ് കിട്ടുമ്പോൾ ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ചവച്ചവ് ഉപയോഗിച്ചിട്ട് ഇന്നൊരു ചമ്മന്തിയാണ് അരയ്ക്കുന്നത്. ഞാൻ കഷ്ണങ്ങളൊക്കെ ചെറുതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ട നല്ല കല്ല് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ചവച്ചവ് ഉപയോഗിച്ചിട്ട് ഒരു നല്ല അടിപൊളി ചമ്മന്തി. അപ്പോൾ ഉപ്പൊരു ഇത്തിരി എടുത്തിട്ടുള്ളൂ. ഒന്നൊരു 3 പച്ചമുളക്, ഇതിലിട്ട പച്ചമുളകും കൂടെ ദേ കണ്ടോ ഇതിലുണ്ട്. അതും കൂടെ ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. കുറച്ച് ഉള്ളി, അല്പം തേങ്ങ, ഒരു 2 കറിവേപ്പില, ഉപ്പൊരു പൊടിക്ക് എടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ ഉപ്പുള്ളതാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ ഇതിൽ ചമ്മന്തി അരച്ച് കാണിച്ചു തരാം. സൂപ്പർ ചമ്മന്തിയാണ്, അടിപൊളി ചമ്മന്തിയാണ്. ഞാൻ നിങ്ങളിത് കാണിച്ചു തരാം കേട്ടോ. ഒരു 3/4 ഭാഗം, അരഭാഗം അരഞ്ഞാൽ മതി. ഒട്ടും വെള്ളം ചേർക്കണ്ട. ഈ ചവച്ചോ എങ്ങനെ ഉപ്പിലിടണേന്നുള്ളത് പൊടിക്കൈയുടെ ഷോർട്സ് നോക്കിയാൽ മതി, എല്ലാവർക്കും മനസ്സിലാവും. കണ്ടിട്ടുണ്ട് ചമ്മന്തി ഞാൻ അരച്ചെടുത്തത് ഇതുപോലെ ഇരിക്കണം. ഒരു 3/4 ഭാഗം കഷ്ടി അരഞ്ഞാൽ മതി. വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. പുളി ചമ്മന്തി സൂപ്പർ ചമ്മന്തിയാണ്. കഞ്ഞിക്കും ചോറിനൊക്കെ കൂട്ടി വയറ് നിറച്ച് കഴിക്കാം. അപ്പോൾ ഷോർട്സ് നോക്കിയാൽ എങ്ങനെയാണ് ചവച്ചോ ഉപ്പിലിടണേന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ.